ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓഫീസിൽ വെച്ചിട്ട് കൃഷും കൺമണിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കൺമണി തന്റെ സങ്കടങ്ങളെല്ലാം കൃഷിനോട് പറയുന്നുണ്ട്. അമ്മായിമാരെ സസ്പെൻഡ് ചെയ്തതിന്റെ കാരണം ഞാനാണെന്നാണ് അമ്മായിമാര് പറയുന്നത്. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് തന്നെ വീട് തിരിച്ചെടുത്തു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അതിനുവേണ്ടി സാർ എന്നെ സഹായിക്കണം. എനിക്കിനി ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവുകയല്ലേ എന്നറിയില്ല. കാരണം മാനസ മേഡം പുതിയൊരു ചീഫ് ഡിസൈനറെ കൊണ്ടുവരികയാണല്ലോ. എനിക്കിനി എന്ത് ചെയ്യണമെന്നോ ഒരു ഐഡിയയും ഇല്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി പോവുകയാണ് കൺമണി. കൃഷിനാണെങ്കിൽ കൺമണിയോട് മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. അതിനുശേഷം കൃഷി നേരെ ദേവ് സാറിനെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ദേവ് സാറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ദേവ് സാറ് കൃഷിനോട് പറയുന്നുണ്ട്, വീടിപ്പോൾ വരുണിൻ്റെ പക്കലാണ്. അവൻ്റെ കയ്യിൽ നിന്നും ആ വീട് നമ്മുടെ കയ്യിലെത്തണം. അതെത്തിക്കാൻ നമ്മൾ ഒരാളെ ഇറക്കണമെന്ന് ദേവ് സാറ് കൃഷിനോട് പറയുമ്പോൾ കൃഷ ആകെ ഷോക്കാവുന്നുണ്ട്. കൃഷ അപ്പോൾ ദേവ് സാറിനോട് ചോദിക്കുകയാണ്, ആരാണ് സാർ അത് എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് കൃഷിനോട് പറയുന്നുണ്ട്, ചെകുത്താനും മാലാകയും കൂടി ചേർന്ന ഒരു ഇബിലീസ്, ഒരു സാഹിബാണ് അത്. അയാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ വീട് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് സാറിൻ്റെ മനസ്സിലുള്ള പ്ലാൻ എല്ലാം കൃഷിനോട് തുറന്നു പറയുകയാണ്. അതിനുശേഷം ദേവ് സാറും കൃഷിയും കൂടിയിട്ട് ആ സാഹിബിനെ കൺമണിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കൺമണിയുടെ വീട്ടിലെത്തുന്ന സാഹിബ് ശ്രീനിവാസിനെയും ധനലക്ഷ്മിയോടും ചോദിക്കുന്നുണ്ട്, ഈ വീട് ആരുടെ പേരിലാണെന്ന്. അപ്പോൾ ധനലക്ഷ്മി പറയാണ്, ഇത് വരുണിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ സാഹിബ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ വീട് വിൽക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, വരുൺ ഈ വീട് വിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ സാഹിബ് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഈ വീട് വിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വരുണല്ലേ പറയേണ്ടത്, അല്ലാതെ നിങ്ങളല്ലല്ലോ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ആകെ പേടിക്കുന്നുണ്ട്. സാഹിബ് അപ്പോൾ ധനലക്ഷ്മിയോട് എന്തേ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ഇല്ല എന്ന് സാഹിബിനോട് പറയുന്നുണ്ട്. അതിനുശേഷം സാഹിബ് വന്ന കാര്യങ്ങളെല്ലാം ധനലക്ഷ്മി വരുണിനെ വിളിച്ചു പറയുകയാണ്. അതിനുശേഷം വരുണിന്റെ അച്ഛൻ വരുണിനോട് ചോദിക്കുകയാണ്, ആരായിരിക്കും ഈ സാഹിബ് എന്ന്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. ഇവരെല്ലാം കൺമണിയുടെ രക്ഷകനാവുമോ ശത്രുക്കളാവുമോ എന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.